നാളുകളായി CPM നേതൃത്വവും മുൻ MLA PK ശശിയും തമ്മിലുള്ള തർക്കങ്ങൾ അവസാനിക്കാതെ തുടരുകയായിരുന്നു. ഇപ്പോഴിതാ ഇടത് രാഷ്ട്രീയം ഉപേക്ഷിച്ച് PK ശശി കോൺഗ്രസിലേക്ക് ചേക്കേറുമെന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. പാർട്ടിയുടെ ചില സമീപനങ്ങളെ തുറന്നു കാട്ടിയ അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്റെ തട്ടകമായ മണ്ണാർക്കാട് നടത്തിയ ഒരു പ്രസംഗമാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ പുതുവർഷ തലേന്ന് കടുത്ത വിമർശനമായിരുന്നു ശശി പാർട്ടിക്കെതിരെ ഉയർത്തിയിരുന്നത്. 2024 പ്രതിസന്ധിയുടെ കാലമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ കുറിപ്പ് CPM-നുള്ള പുതുവർഷത്തെ ആദ്യ പ്രഹരമായി മാറുകയും ചെയ്തിരുന്നു. അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാനും കാര്യം കാണാൻ ഏതവന്റെയും പെട്ടി ചുമക്കാനും മടിയില്ലാത്തവർക്ക് സുന്ദരകാലമായിരുന്നു കഴിഞ്ഞുപോയതെന്ന് അദ്ദേഹം മടി കൂടാതെ പറഞ്ഞു. അവരെ കാത്തിരിക്കുന്നത് മഹാദുരന്തമായിരിക്കുമെന്ന് മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിരുന്നു. CPM-മായി ഏറെ കാലമായി അകലം സൂക്ഷിക്കുന്ന ശശി കോൺഗ്രസിലേക്ക് ചുവടുമാറുന്നുവെന്ന സൂചനയ്ക്ക് ആക്കം കൂട്ടുന്നതായിരുന്നു ലീഗ് നേതൃത്വം നൽകുന്ന മണ്ണാർക്കാട് നഗരസഭയിലെ പരിപാടിയിൽ PK ശശിയുടെ സാന്നിധ്യം. പാലക്കാട് ജില്ലയുടെ അതിർത്തി പ്രദേശമായ മണ്ണാർക്കാട്ടും ഒറ്റപ്പാലം, ഷൊർണൂർ മണ്ഡലങ്ങളിലും ശശി ഒരു നിർണായക ശക്തി തന്നെയാണ്. CPM വിട്ട് കോൺഗ്രസിലേക്ക് അദ്ദേഹം എത്തിയാൽ ഈ 3 മണ്ഡലങ്ങളിലും കോൺഗ്രസിന് അത് നൽകുന്ന ഊർജം വളരെ വലുതാകും. ജില്ല ഒട്ടാകെയും അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന് അപ്പുറം ഒട്ടേറെ വ്യക്തിബന്ധങ്ങളുണ്ട്. CPM-നാകട്ടെ ജില്ലയിൽ ഇതിലും വലിയ തിരിച്ചടി നേരിടാനുമില്ല. ഏതായാലും ശശിയുടെ നീക്കങ്ങളെ ജാഗ്രതയോടെയാകും CPM നേതൃത്വം നോക്കിക്കാണുക. വിവിധ സ്ഥാനങ്ങളിൽ നിന്നും നീക്കിയതായിരുന്നു അദ്ദേഹത്തിനെ ചൊടിപ്പിച്ചത്. CITU ജില്ലാ പ്രസിഡന്റ്, ചുമട്ടുതൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് തുടങ്ങിയ പദവികളിൽ നിന്നായിരുന്നു അദ്ദേഹത്തെ നീക്കിയത്. അഴിമതി നടത്തിയെന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയതിനെ തുടർന്നാണ് പാർട്ടി പദവികളിൽ നിന്നും PK ശശിയെ ഒഴിവാക്കിയത്. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിയെ കേസിൽ കൊടുക്കാനായി ശശി നടത്തിയ ഗൂഢാലോചനയും പുറത്തു വന്നിരുന്നു. അതും നടപടിക്ക് കാരണമായി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം പ്രചാര രംഗത്ത് ഇല്ലായിരുന്നു. അന്ന് വിദേശയാത്രയ്ക്ക് ശശിക്ക് നേതൃത്വം അനുമതി നൽകിയിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട്ടെ പ്രവർത്തനത്തിന്റെ മുൻനിരയിലുള്ള ശശിയെ ഇക്കുറി എവിടെയും ഇറക്കിയില്ല. പാലക്കാട് ജില്ലയിൽ CPM-നുള്ളിലെ കടുത്ത വിഭാഗീയത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ വിഭാഗീയതയ്ക്ക് കൂടുതൽ ആക്കം കൂട്ടാനായി ശശിയെ പ്രകോപിപ്പിക്കേണ്ട എന്ന തീരുമാനമായിരുന്നു CPM നേതൃത്വത്തിന്. ശശിക്കെതിരെ നിലപാടെടുത്ത സാഹചര്യത്തിലും KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റുവാൻ CPM തയ്യാറായിരുന്നില്ല. അതുതന്നെ സമവായത്തിനുള്ള സാധ്യതകൾ തുറന്നിടുകയായിരുന്നു. എന്നാൽ കൂട്ടിലടച്ച തത്തയെ പോലെ പാർട്ടിക്കുള്ളിൽ ഇനിയും നിൽക്കുവാൻ താല്പര്യമില്ല എന്ന നിലയിലാണ് ശശിയുടെ തീരുമാനമെന്ന് കേൾക്കുന്നു. അങ്ങനെ വരുമ്പോൾ അധികം വൈകാതെ തന്നെ ശശി കോൺഗ്രസിൽ അംഗത്വം എടുത്തേക്കാം. കോൺഗ്രസ് PK ശശിയെ പോലുള്ള ഒരു പ്രമുഖനായ നേതാവിനെ വെറും കൈയോടെ സ്വീകരിക്കുകയുമില്ല. ഷൊർണൂർ മണ്ഡലത്തിൽ കൈപ്പത്തി അടയാളത്തിൽ തന്നെ മത്സരിപ്പിച്ച് ശശിയെ നിയമസഭയിലേക്ക് അയക്കുവാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. ഷൊർണൂർ മണ്ഡലത്തിൽ അത്രമേൽ ബന്ധത്തിലുള്ള വ്യക്തി കൂടിയാണ് ശശി. ആ സാധ്യതകൾ ശശിക്ക് മണ്ഡലത്തിൽ കൂടുതൽ കരുത്തു പകരുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്.